മറ്റൊരു വാർത്തയിലേക്ക്. ഭൂമി അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. റാഞ്ചിയിലെ വസതിയിലാണ് ചോദ്യം ചെയ്യൽ. സോറനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേസിൽ അറസ്റ്റിലാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇഡിക്കെതിരെ ജാർഖണ്ഡ് പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നുവെന്ന സോറന്റെ പരാതിയിലാണ് നടപടി. നോബൽ മാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്ന്. നോബൽ, ഇപ്പോൾ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഹേമന്ത് സോറന്റെ പോലീസ്, അതായത് ഹേമന്ത് സോറന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്തെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ജാർഖണ്ഡ് പോലീസും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ സോറന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ സജീവമാണ്. അങ്ങനെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടോ? പിന്നിലെ ജാർഖണ്ഡിൽ റാഞ്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഹേമന്ത് സോറന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കേസെടുക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായത്. ED ഉദ്യോഗസ്ഥരുമായി ഒരു നേർക്കുനേർ പോരിന് ഹേമന്ത് സോറൻ തയ്യാറാകുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. SC/ST അട്രോസിറ്റി ആക്ടിലെ വകുപ്പുകൾ പ്രകാരമാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ദൗറ പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ചെക്ക്, അതായത് അത്തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുമ്പോൾ മറുവശത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹേമന്ത് സോറന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഉച്ചയ്ക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടരുന്നത്. പ്രതിരോധ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിലെ ഹേമന്ത് സോറന്റെ വസതിയിൽ നിന്ന് 36 ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ BMW കാറും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇത് അനധികൃതമായി ഉണ്ടാക്കിയതാണ്, അനധികൃത സ്വത്താണ് എന്നാണ് ED ഇതിൽ ആരോപിക്കുന്നത്. എന്താണെങ്കിലും പ്രതിരോധ ഭൂമി ഇടപാടിൽ ഹേമന്ത് സോറൻ കൂടുതൽ പ്രതിരോധത്തിൽ ആണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു അറസ്റ്റ് JMM-ഉം ഒപ്പം പ്രതിപക്ഷ പാർട്ടികളും അവിടെ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കളുടെ യോഗം ചേരുകയും കൽപ്പന സോറനെ ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയാക്കി മാറ്റുക, അതായത് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കൽപ്പന സോറൻ, അതായത് ഹേമന്ത് സോറന്റെ ഭാര്യയിലേക്ക് മാറ്റുക എന്നൊരു നീക്കം അവിടെ JMM-ന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു MLA തന്നെ രാജിവെച്ച സീറ്റ് ഒഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൽപ്പനയ്ക്ക് മത്സരിക്കുന്നതിന് വേണ്ടി. അത്തരത്തിൽ ഹേമന്ത് സോറന്റെ ഒരു അറസ്റ്റിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ രാജ്ഭവൻ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വസതി അടക്കമുള്ള സ്ഥലങ്ങളിൽ 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ആളുകൾ തടിച്ചുകൂടുന്നതിനൊന്നും അവിടെ അനുവദിക്കുന്നില്ല എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധം ഉൾപ്പെടെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായെങ്കിൽ അതിന് സാധ്യത ഉണ്ട്, പ്രതിഷേധം ഉൾപ്പെടെ സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഹേമന്ത് സോറൻ പ്രതിരോധത്തിൽ ആണ് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ അവിടെ പോലീസിനെതിരെ ഒരു കേസ്, അതും SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ED വേഴ്സസ് ഹേമന്ത് സോറൻ എന്നൊരു പോരാട്ടം JMM-ന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം വേട്ടയാടുന്നു എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിരന്തരം വരികയാണ്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ED ചോദ്യം ചെയ്യൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇന്നലെ തേജസ്വി യാദവിനെയും ഒപ്പം ലാലു പ്രസാദ് യാദവിനെയും ബീഹാറിൽ ചോദ്യം ചെയ്തു. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൽ നീക്കങ്ങൾ നടക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ഹേമന്ത് സോറിന് കൂടുതൽ കുരുക്കുമുറുകുന്നത്. കഴിഞ്ഞ ദിവസം പണം ഉൾപ്പെടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ദില്ലിയിലെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്ന പ്രതീക്ഷ തന്നെയാണ് പലർക്കും ഉള്ളത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി നടപടികൾ സ്വീകരിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ ജാർഖണ്ഡിൽ ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ.